അപ്പം വളരെ ഗംഭീരമായി വളരെ സജീവമായി വലിയ ജനപങ്കാളത്തോട് തന്നെ പുരോഗമിക്കാം. അതെ അതെ, കൊല്ലത്തിന്റെ പൗരാവലി ഈ ഫെസ്റ്റിവലിനെ, കലോത്സവത്തെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇന്നലെയൊക്കെ ഇവിടെ കണ്ട വലിയ ജനാവലിയുടെ സാന്നിധ്യം നമ്മളോട് പറയുന്നത്. ഭക്ഷണ കമ്മിറ്റി ചെയർമാനാണ്. അപ്പം രാവിലെ പഴയടത്തിലുണ്ട്. പഴയടം പറഞ്ഞു അപ്പോൾ ഈ ഓരോ ദിവസത്തെ ബജറ്റ് നോക്കിയിട്ടുണ്ട് അടുത്ത ദിവസത്തെ പായസമൊക്കെ ഏതാണ് എന്നൊക്കെ. അതെങ്ങനെയാണ് എൻ്റെ ഒരു അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം നല്ല പണിയാണല്ലേ? അതെ അതെ അതെ, അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ് വളരെ 3 മണിക്ക് ആരംഭിക്കുന്നതാണ് പുലർച്ചെ. നമ്മളെല്ലാം ഞാനൊക്കെ ഇന്നലെ അവിടുന്ന് പിരിഞ്ഞത് രാത്രി 1-1:30 മണിക്കാണ്. അപ്പോഴും അദ്ദേഹം ഉറങ്ങിയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഏതാണ്ട് 1-2 മണിക്കൂർ മാത്രമായിരിക്കും ഉറങ്ങാൻ കിട്ടുന്നത്. ഭക്ഷണ കമ്മിറ്റിക്ക് മാത്രം ഇടവേളകളില്ല. കാരണം ഇപ്പം നിങ്ങൾ പോയപ്പോൾ അവിടെ രാവിലത്തെ ഭക്ഷണം തുടങ്ങിയിട്ടുണ്ട്. അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉച്ചഭക്ഷണം 11 മണിക്ക് ആരംഭിക്കും. 5-5:30 വരെ ഉച്ചഭക്ഷണം കൊടുക്കും. അതും 4 മണിക്ക് ചായയും കടിയും കൊടുത്തു തുടങ്ങും. അത് തീരുന്നതിന് മുമ്പ് തന്നെ 7 മണി മുതൽ രാത്രി ഭക്ഷണം, അത് 1 മണി 1:30 മണി വരെ. ഈ 2 ദിവസവും ഒരാളെ പോലും നമ്മൾ ഇതുവരെ ഭക്ഷണം കൊടുക്കാതെ കഴിഞ്ഞുപോയി. എത്ര സമയമായാലും അല്ലേ? എത്ര സമയം, പുലർച്ചെ 3 മണിക്ക് വന്നവർക്ക് ഞങ്ങൾ രാത്രിയിലത്തെ ഭക്ഷണം കൊടുത്തു. ഇന്നിപ്പം മാധ്യമപ്രവർത്തകർക്ക് ഇടയിൽ നിന്ന് ഒരു പരാതി വന്നു. ഇന്നലെ ഒരു ഗേറ്റിൽ കൂടാണ് എല്ലാവരെയും കടത്തി വിടുന്നത്. ഈ റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമപ്രവർത്തകർ അവിടെ ക്യൂവിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഷെഡ്യൂളും മാറും. വേദികൾ ഇന്നു മുതൽ മാധ്യമപ്രവർത്തകർക്ക് മാത്രമായിട്ട് ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്യൂ ഇല്ലാതെ അവർക്ക് നേരെ ഭക്ഷണശാലയിൽ വന്ന് കഴിക്കുക, പോവുക. അപ്പോൾ ഓരോ ദിവസവും നമ്മളിതിൻ്റെ രാത്രി റിവ്യൂ ചെയ്ത് വേണ്ട മാറ്റം വരുത്തുകയാണ്. MLA ഇപ്പോൾ ഒരു എന്താണ് ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ ഉത്തരവാദിത്തം ചെയ്യുന്നു. പക്ഷേ കലാകായിക നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കാണാൻ സമയം കിട്ടുന്നുണ്ടോ? എൻ്റെ ഏറ്റവും വലിയ നിരാശയും നഷ്ടവും ഈ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ ആയത് കാരണം ഒരു വേദിയിലും പോകാൻ പറ്റിയിട്ടില്ല, ഒരു പരിപാടിയും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് അന്നേരം തന്നെ അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. കാരണം 11 മണിക്ക് ആദ്യത്തെ സദ്യയിൽ ആദ്യത്തെ വിളമ്പുന്ന സമയമായി. അപ്പോൾ അന്നേരം അവിടുന്ന് പോയതാണ്. പിന്നെ ഇത് ഇവിടെ വരണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ഈ 24-ന്റെ ഇവിടേക്ക് വന്നു. കലാകാരൻ കൂടിയാണ്, പാട്ട് പാടുന്ന അറിയാം. അപ്പൊ ഒരു പാട്ട് എന്തായാലും കലോത്സവം ഒക്കെ അല്ലേ? കലോത്സവം മലയാളത്തിന്റെ ചലച്ചിത്ര ലോകത്തിന് ഒരുപാട് ഗായകരെ സമ്മാനം. ഇപ്പം 2ാമത്തെ സ്കൂൾ കലോത്സവത്തിന്റെ കണ്ടെത്തലാണ് യേശുദാസ്. 2ാമത്തെ സ്കൂൾ കലോത്സവത്തിന്റെ തന്നെയാണ് പി ജയചന്ദ്രൻ വരുന്നത്. 1ാമത്തെ കലോത്സവത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളെ ഉള്ളൂ. അയാളൊരു മൃദംഗം ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. 2ാമത്തെ കലോത്സവത്തിലാണ് യേശുദാസും ജയചന്ദ്രനും വരുന്നത്. പിന്നെ വേണുഗോപാല്, സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ, ചിത്ര ചേച്ചി, മിൻമിനി, സുജാത ചേച്ചി, ശ്രീറാം, ശ്രീനിവാസ് തുടങ്ങി ഇങ്ങനെ ഒരു നിര ഈ കലോത്സവത്തിൽ നിന്നും സിനിമ രംഗത്തേക്ക് എത്തിയവരാണ്. അപ്പോൾ വേണുചേട്ടൻ കലോത്സവത്തിൽ നിന്ന് തന്നെ വന്നതാണ്. വേണുചേട്ടന്റെ ഒരു പാട്ട് പാടാം. ഓമൽക്കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോൾ ദൂരെ നിന്നു തെന്നൽ ഒരു ശോകനിശ്വാസമായി. മഴ മൂടുന്ന രാവിന്റെ ചില്ലയിലെ രാക്കിളി പാടാത്ത യാമങ്ങളിൽ ആരോ വന്നൻ കാതിൽ ചൊല്ലി തേങ്ങുന്നെന്റെ മൗലി. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തനൊമ്പരമായി. എനിക്ക് മത്സരാർത്ഥിയായിട്ടുണ്ട് വിഷ്ണുവിടെ. ഞാൻ പദ്യപാരായണത്തിൽ ആകട്ടെ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു നാടകമെങ്കിലും പോയി കാണണമെന്നുണ്ടായിരുന്നു സോപാനത്തിൽ. ഇന്നലെ അലൻസിയറിന്റെ ഒരു പ്രതികരണം ഞാൻ പിന്നീട് TV-യിൽ കണ്ടു. ഇപ്പോൾ നാടകം ചെയ്യുന്ന ആളുകൾ ഈ കുട്ടികളുടെ നാടകം കണ്ട് പഠിക്കട്ടെ എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ നാടകം കണ്ടില്ലെങ്കിലും ആ ഒറ്റ പ്രതികരണത്തിൽ നിന്നും മികച്ച നാടകങ്ങൾ കുട്ടികളിൽ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കാണാൻ പറ്റിയില്ല. എന്തായാലും ഇത്തവണ ഒരു മത്സരവും ഒരു പരിപാടിയും കാണാൻ പറ്റത്തില്ല. ഇവിടുന്ന് നേരെ
ഭക്ഷണപ്പുരയിലേക്ക് പോവുകയാണ്. ഇതിനേക്കാൾ വലിയ കലയാണ് അവിടെ നടക്കുന്നത് അത് അല്ലേ? അതൊരു കല തന്നെയാണ്, ഭയങ്കര കലയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കലയാണ്. ഞാനത് പഴയുടെ നമ്പൂരി അതിനകത്ത് ആത്മാർത്ഥമായിട്ട് ഓരോ ദിവസവും ഇന്നലെ ഗോതമ്പ് പായസമായിരുന്നു. ഈ പാലുകാച്ചൻ എന്ന പുള്ളി ഒരു കുമ്പളങ്ങ പായസം ഉണ്ടാക്കി. അപ്പം അതന്ന് കുറച്ച് ആൾക്കാർക്കല്ലേ കൊടുക്കേണ്ടി വരുന്നുള്ളൂ, പാലുകാച്ചൻ വന്ന്. ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു ഈ 8-ാം തീയതിക്ക് മുമ്പ് അത് എല്ലാ കുട്ടികൾക്കും കൂടെ അത് ഒരിക്കൽ കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസവും ഓരോ പായസമാണ്. അപ്പൊ എല്ലാവിധ ഭക്ഷണപ്പുരക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു വരും, തീർച്ചയായിട്ടും വരും. അപ്പൊ അതാണ് കലാകാരൻ ഒരു കലാകാരനോടാ പോകുന്നത്. ആ കലാകാരൻ അതായത് മത്സരത്തെ പങ്കെടുത്ത് ഇവിടെ വന്ന് ഇപ്പൊ എന്താണ് ഭക്ഷണപ്പുരയുടെ ചുമതല ഏൽക്കേണ്ടി വന്ന ഹതഭാഗ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലയൊന്നും കാണാൻ കഴിയാതെ സങ്കടപ്പെട്ടിരുന്ന മനുഷ്യനാണ്. പക്ഷേ PC വിശ്വനാഥ് MLA അടക്കം ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം വളരെ സജീവമായി ഈ മേളയിൽ എന്താണ് ഈ കലോത്സവത്തിൽ അവിടെ ഇവിടെയൊക്കെ എല്ലാവരെയും കാണാം. എല്ലാവരും ഒരു മനസ്സോടെ കട്ടയ്ക്ക് ഒരു കലയെ എങ്ങനെ ഒരു മാമാങ്കമാക്കാം എന്ന് തെളിയിക്കുകയാണ് ഇവിടെ.